വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ PYQ സീരീസ്, അതായത് 2024-25 ക്വസ്റ്റ്യൻസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ലോ ക്ലാസ് നമ്മളിപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. കോപ്പറേറ്റീവ് ലോ നന്നായി പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നമ്പറിലേക്ക് ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കോർപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസ് 1060/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിലൊന്ന് പോയി ചെക്ക് ചെയ്യുക, എന്നിട്ട് കാണുക കേട്ടോ. തുടർച്ചയായി കണ്ടു വരിക, ഉപകാരപ്പെടും. അപ്പോൾ കോർപ്പറേഷനിലെ ക്വസ്റ്റ്യൻസിൽ 1060/2025 ആണ്. അപ്പോൾ ചിലത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 584 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. 1060/2025 പഠിത്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പഠിച്ചിട്ട് പോവാം. ഇതിൽ കോർപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അപ്പോൾ നമുക്ക് 585ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺസ്യൂമർ മൂവ്മെൻറ്റ് ഇൻ കേരള, അതായത് കേരളത്തിലെ കൺസ്യൂമർ മൂവ്മെൻറ്റിൻ്റെ അപ്പെക്സ് ലെവലിലുള്ള സ്ഥാപനം ഏതാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. NCCF കൊടുത്തിട്ടുണ്ട്, കൺസ്യൂമർ ഫെഡ് കൊടുത്തിട്ടുണ്ട്, കോബി കൊടുത്തിട്ടുണ്ട്, DWCS കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം കൺസ്യൂമർ മൂവ്മെൻറ്റ്, അതായത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ കൺസ്യൂമർ മൂവ്മെൻറ്റിൽ നമ്മുടെ കേരളത്തിൽ എത്ര ടയറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ലെവൽ സ്ട്രക്ചർ നോക്കുമ്പം കേരളത്തിലെ സ്റ്റേറ്റ് ലെവൽ നോക്കുമ്പം കൺസ്യൂമർ ഫെഡിന് 3, അതായത് കൺസ്യൂമർ ഫെഡാണ് നമ്മുടെ അപ്പെക്സ് ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ ഉത്തരമായിട്ട് വരിക ഏതാണ്? കൺസ്യൂമർ ഫെഡാണ് അപ്പെക്സ് ലെവലിൽ നിൽക്കുക. പക്ഷേ ഇന്ത്യയിൽ എടുക്കുമ്പം ഏതാണ് വരിക? NCCF ആണ് ഇന്ത്യയിൽ അപ്പെക്സ് ലെവലിൽ വരിക. NCCF ആണ്. NCCFൻ്റെ താഴെയാണ് അതാത് സ്റ്റേറ്റുകളുടെ കൺസ്യൂമർ ഫെഡറേഷൻ വരിക. കേരളത്തിൽ കൺസ്യൂമർ ഫെഡ്, പിന്നെ അതിന് താഴെ DWS വരും, അതിന് താഴെ പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സ് വരും. അപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ട്രക്ചർ എടുക്കുമ്പോൾ കൺസ്യൂമർ ഫെഡ്, പിന്നെ DWCS, അതുപോലെ പ്രൈമറി കൺസ്യൂമർ. നാഷണൽ ലെവലിൽ ഇന്ത്യ ഒട്ടാകെ എടുക്കുമ്പം ഏറ്റവും മുകളിൽ വരെ NCCF ആണ്. അപ്പോൾ 4 ഘടകങ്ങളായി 4 ടയറായി NCCF വന്നതിന് ശേഷമാണ് നമ്മുടെ കൺസ്യൂമർ ഫെഡ് പോലെ സ്റ്റേറ്റ് ഫെഡറേഷൻസ് വരിക. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോഴ്സ് വരും, DWCS വരും, പിന്നെ പ്രൈമറി കൺസ്യൂമർ സ്റ്റോർ വരും. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ തന്നെ കാലത്ത് നമുക്കറിയാം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആയിരുന്നു ഇംഗ്ലണ്ടിൽ, അല്ലേ? സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ് നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത്. നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് വിഭാഗത്തിൽ പെടുത്തുന്നതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് രീതിയിലാണ്? കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ്. ഇംഗ്ലണ്ടാണ് ഹോംലാൻഡ് എന്നറിയപ്പെടുന്നത്, അല്ലേ? ഹോംലാൻഡ് ഓഫ് കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻറ്റ് എന്ന് ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇംഗ്ലണ്ടാണ്. നമ്മുടെ റോക്ക്ഡെയിൽ എക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയാണ് ഫസ്റ്റ് സക്സസ്ഫുൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്ന് തന്നെ അറിയപ്പെടുക. ആരാണ്? റോക്ക്ഡെയിൽ എക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയാണ് ഫസ്റ്റ് സക്സസ്ഫുൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുക. സോ അത് ആ ഒരു ഭാഗമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് ഒരു ലീഗൽ റെക്കഗ്നീഷൻ കിട്ടിയത് ഏത് ആക്ട് വന്നതിന് ശേഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1912 ആക്ട് വന്നതിന് ശേഷമാണ് ഈ കൺസ്യൂമർ ശരിക്കും എന്തായത് ഒരു ലീഗൽ റെക്കഗ്നീഷൻ കിട്ടിയതിന് ശേഷമാണ് ആ രീതിയിലുള്ള പ്രവർത്തനം തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് സൊസൈറ്റീസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് സൊസൈറ്റീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കൺസ്യൂമർ ഫെഡിനെയാണ്. ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനെയാണ്, അല്ലെങ്കിൽ കൺസ്യൂമർ സൊസൈറ്റീസിനെയാണ്. പിന്നെ ആദ്യത്തെ കൺസ്യൂമർ സൊസൈറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. അതെവിടെയാണ്? മദ്രാസിലാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. 1905 വർഷം കേട്ടോ. 1905. ഓക്കെ, അപ്പോൾ പിന്നെ ഈ കൺസ്യൂമർ സ്റ്റോഴ്സിനെ വാർ ടൈം ബേബീസ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, P. നടേശൻ കമ്മിറ്റി കേട്ടോ. 1960 P. നടേശൻ കമ്മിറ്റി ഈ കൺസ്യൂമർ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. ഓക്കെ, നടേശൻ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിച്ചു കണ്ടിട്ടുണ്ട്. 1964 കാലഘട്ടത്തിലാണ് കേട്ടോ. 1960 to 64 എന്നാണ് അറിയപ്പെടുക. ടു റിവ്യൂ ചെയ്യുന്നത് ഈ പൊസിഷൻ കോപ്പറേറ്റീവ് കൺസ്യൂമർ സൊസൈറ്റീസിനെ റിവ്യൂ ചെയ്യാൻ വെച്ചൊരു കമ്മിറ്റി ആയിരുന്നു. സോ അതൊക്കെ കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ട്, അതായത് കോപ്പറേറ്റീവ്
കൺസ്യൂമറുമായി ബന്ധപ്പെട്ടിട്ട് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസ്യൂമർ ഫെഡ് വഴി വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ എന്താ കൺസ്യൂമർ ഫെഡിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എന്നാണ്. വർഷം എന്നാണ് 1965 കേട്ടോ. 1965 വർഷം വന്നിട്ടുള്ളത്. കൺസ്യൂമർ ഫെഡിൻ്റെ വർഷം 1965. ഇതാണ് നമ്മുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ 3 ടയർ സിസ്റ്റത്തിലെ അപ്പെക്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഫെഡാണ്. ഡേറ്റ് കറക്റ്റ് ഫങ്ഷൻ ചെയ്യുന്ന ഡേറ്റ് 7/10/1965 കേട്ടോ. ഒക്ടോബർ 7 സ്റ്റാർട്ട് ചെയ്ത് 1965 സ്റ്റാർട്ട് ചെയ്തത്. എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? എറണാകുളത്താണ് കേട്ടോ. എറണാകുളത്ത് ഗാന്ധിനഗറിലാണ് ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൺസ്യൂമർ ഫെഡിൻ്റെ കാര്യം നമ്മൾ ഓർത്തിരിക്കുക, 1965 ഓർത്തിരിക്കുക. പിന്നെ കൺസ്യൂമർ ഫെഡിന് ഒരുപാട് സ്കീമുകളുണ്ട്. ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, മെഗാ മാർട്ടുകളുണ്ട്. പിന്നെ അതുപോലെ നീതി സ്റ്റോർ, കൺസ്യൂമർ ഫെഡിന് ധാരാളം ബിസിനസ് അവർ റൺ ചെയ്യുന്നുണ്ട്. നീതി സ്റ്റോറുകൾ, പിന്നെ നന്മ സ്റ്റോറുണ്ട്, നീതി മെഡിക്കൽ സ്റ്റോറുണ്ട്, നീതി ഗ്യാസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഡേറ്റ് അടക്കം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വർഷം അടക്കം ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്രേ പറയാനുള്ളൂ. പറയാനാണെങ്കിൽ കൺസ്യൂമർ ഫെഡിനെ കുറിച്ച് വളരെയധികം പറയാനുണ്ട്. അപ്പോൾ നമ്മളിതേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കോബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാഷണൽ ലെവലിലുള്ള കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു കോബി എന്ന് പറയണത്. ഓപ്പറേഷണൽ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് ഓപ്പറേഷണൽ ഫ്ലഡ് പ്രോഗ്രാം ഓൺ റൂറൽ ഡെവലപ്മെൻറ്റിന് അത് ഹാസ് ബീൻ ഡയറക്റ്റഡ് ടു ദ വില്ലേജ്. ഏത് ടൈപ്പ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണോ, കൺസ്യൂമർ കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണോ, മിൽക്ക് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണോ, ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണോ? അപ്പോൾ നമുക്കറിയാം മിൽക്ക് കോപ്പറേറ്റീവ്സ് അല്ലേ, ആയി ബന്ധപ്പെട്ടതാണ് എന്ത് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞത്. പാലുൽപാദനവുമായി ബന്ധപ്പെട്ട ധവള വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ വർഗീസ് കുര്യനൊക്കെ കണക്ട് ചെയ്യുന്ന ധാരാളം പോയിന്റുകൾ നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് 1970. പിന്നെ 3 ഘട്ടങ്ങളിലാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടുള്ള ഇവർ ഒബ്ജക്റ്റീവ്സ്, അപ്പോൾ ഈ 3 ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക, ചിലപ്പോൾ ചോദിക്കാം. ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ, ഒരു ഫ്ലഡ് ഓഫ് മിൽക്ക് ഉണ്ടാക്കുക. അതുപോലെ തന്നെ റൂറൽ ഇൻകം ഒന്ന് ഓഗ്മെൻറ്റ് ചെയ്യുക. റീസണബിൾ പ്രൈസസ് ഫോർ കൺസ്യൂമേഴ്സ്. ഇത് 3 ഒരു പ്രാഥമിക ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ, ഓഗ്മെൻറ്റ് ഇൻ റൂറൽ ഇൻകംസ് ആൻഡ് റീസണബിൾ പ്രൈസസ് ഫോർ കൺസ്യൂമേഴ്സ്. ഇതായിരുന്നു അവരുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 3 ഫേസിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ഇയർ അടക്കം പഠിച്ചു വയ്ക്കുക. ഫേസ് 1 1970 ടു 1980. പല പുസ്തകങ്ങളും ചില ചേഞ്ചസ് ഒക്കെ കാണാം. സൈറ്റിൽ കറക്റ്റായിട്ട് നിങ്ങൾ കറക്റ്റ് സൈറ്റിൽ നിന്ന് വിവരങ്ങൾ, ഏത് സംഭവമാണെങ്കിലും നിങ്ങളുടെ ഇയർ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അവർക്ക് രജിസ്റ്റേർഡ് സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു മിസ്മാച്ചും ഇല്ലാത്ത വർഷം കിട്ടും. ഫേസ് 1 1970 ടു 1980 ഫിനാൻസ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ EEC ആയിരുന്നു കേട്ടോ. EECയുടെ യൂറോപ്യൻ എക്കണോമിക് യൂണിയൻ്റെ ഒരു സഹായം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വാസ് ഫിനാൻസ്ഡ് ബൈ ദ സെയിൽ ഓഫ് സ്കിംഡ് മിൽക്ക് പൗഡറും ബട്ടർ ഓയിൽ അവരാണ് ഗിഫ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട്. സ്കിംഡ് മിൽക്ക് പൗഡറും ബട്ടർ ഓയിലും വെച്ചിട്ടാണ് ഈ ആദ്യം തുടങ്ങുന്നത്. NDDB പ്ലാൻഡ് പ്രോഗ്രാം ആൻഡ് നെഗോഷിയേറ്റഡ് ദ ഡീറ്റെയിൽസ് ഓഫ് EECയുടെ അസിസ്റ്റൻസോട് കൂടിയിട്ടാണ് ഫസ്റ്റ് ഫേസ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫേസ് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ അങ്ങനെ 4 മേജറായിട്ടുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിൽ മാത്രമാണ് അവർ ആദ്യമായിട്ട് അത് ഒന്ന് വർക്കാവുണ്ടോ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ട് അവിടെ മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളൂ. മെട്രോപൊളിറ്റൻ സിറ്റീസായ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ അവിടെ മാത്രം. പിന്നെ ഫേസ് 2 ഒക്കെ ആകുമ്പോഴേക്കാണ് നമ്മുടെ കേരളയൊക്കെ ഇൻക്ലൂഡ് ആവുന്നത്, നമ്മുടെ മിൽമ, അങ്ങനെ ഇവിടെ കുറേ നല്ല പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് ഫേസ് 2 ആകുമ്പോഴാണ്. അപ്പോൾ ഫേസ് 2ൻ്റെ വർഷം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 1981 തൊട്ടിട്ട് 85 വരെയാണ് ഫേസ് 2 വരുന്നത്, ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 2 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി എന്താ പറയുക ഡെവലപ്മെൻറ്റുകളുണ്ടായി, കുറച്ചും കൂടി ആൾക്കാരെ ഉൾപ്പെടുത്തിയപ്പോൾ ഏകദേശം ഇന്ത്യ ഒട്ടാകെ കവർ ചെയ്യുന്ന രീതിയിൽ മാറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ജസ്റ്റ് വായിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്, ജസ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടൻറ്റ് കൊടുത്തിട്ടുള്ളത്.
ഫേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഇമ്പോർട്ടുള്ളൂ, വർഷം മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. 1985 ടു 96 വരെയാണ് ഫേസ് 3 വരുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി ഡയറി കോപ്പറേറ്റീവ്സിനെ എക്സ്പാൻഡ് ചെയ്യുകയും ഇൻഫ്രാസ്ട്രക്ചറും പ്രൊക്യൂർമെൻറ്റും മാർക്കറ്റും ഒക്കെ ഇൻക്രീസ് ചെയ്തു. അതുമൂലം നമ്മുടെ വോളിയം ഓഫ് വിൽക്കും അത്യാവശ്യം ഇൻക്രീസ് ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ 3 വർഷം ജസ്റ്റ് ഒന്ന് നോട്ട് പിടിക്കുക. ഫേസ് 1 1970 ടു 1980. ആരുടെ സഹായമാണ്? EEC ത്രൂ ദ വേൾഡ് ഫുഡ് പ്രോഗ്രാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ചെയ്തു തുടങ്ങിയത്. ഫേസ് 2 നോക്കുകയാണെങ്കിൽ 1981 ടു 85. ഇവിടെയാണ് നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടുന്നത്. ഫേസ് 3 ഇന്ത്യ ഒട്ടാകെ അതായത് സ്റ്റാർട്ട് ചെയ്തു. ഫേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1985 ടു 96 കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ദാറ്റ് ജനറലി സപ്ലൈ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക, ടൂൾസ്, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഹെൽപ്പ് മെമ്പേഴ്സ് ഇൻ സെല്ലിങ് ദെയർ പ്രൊഡക്ട്സ്. അതായത് മെമ്പേഴ്സിന് അവരുടെ പ്രോഡക്ട്സ് സെല്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഏത് ടൈപ്പ് സൊസൈറ്റീസ് ആണെന്നാണ്. ഇൻഡസ്ട്രിയൽ സർവീസ് ആണോ, വർക്ക്ഷോപ്പാണോ, പ്രൊഡ്യൂസേഴ്സ് ആണോ, കളക്റ്റീവ് ആണോ, കളക്റ്റീവ് പ്രൊഡക്ഷൻ ആണോ? അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒരു വിഭാഗത്തിലുള്ളതാണ് ഇത് ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റീസ് എന്നത്. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരിക. അടുത്തത് നമ്മുടെ KS ബാവ കമ്മിറ്റിയെ ബന്ധപ്പെട്ടതാണ്. KS ബാവ കമ്മിറ്റി എന്താണ് റെക്കമെൻഡ് ചെയ്തത്? ആ റെക്കമെൻഡേഷൻ അറിയിച്ചാൽ നമുക്കതിന് ഉത്തരം അറിയാം അല്ലേ. KS ബാവ കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് ഡാഷ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് SC/ST കമ്മ്യൂണിറ്റി. SC/ST കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ഫോർമേഷൻ ചെയ്യണം എന്നാണ് KS ബാവ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആപ്കോസ് ആണോ, ലാംസ് ആണോ, ക്രിപ്കോ ആണോ, ബേഹൻ ആണോ? അപ്പോൾ നമുക്കറിയാം ലാംസ് ആണ് ഇവിടെ ഉള്ളത്. KS ബാവ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാംസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് SC/ST കമ്മ്യൂണിറ്റിക്ക് മാത്രമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ബാവ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പറയുന്നത് ലാംസ് എന്ന് പറയുമ്പോൾ തന്നെ ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് ട്രൈബൽ കമ്മ്യൂണിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് കേട്ടോ. 1974 അത് വർഷം വരുന്നത്. ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സ് എന്നാണ് ഈ ലാംസ് അറിയപ്പെടുക. ഓക്കെ, പ്രൈമറി ലെവൽ ഒരു ട്രൈബൽ ഏരിയാസിലുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇതിനൊരു നാഷണൽ ഫെഡറേഷൻ ഉണ്ട്, അതാണ് ട്രിഫെഡ് എന്ന് പറയും കേട്ടോ, TRIFED. അപ്പോൾ ഈ ലാംസ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് സ്ട്രക്ചർ ഇൻ ട്രൈബൽ ഏരിയാസ്, ഈ ചെയർമാൻഷിപ്പോട് കൂടിയിട്ടുള്ള KS ബാവയാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ അപ്പോയിൻറ്റ് ചെയ്തു. 1971-74 കാലഘട്ടത്തിലാണ് എന്നിട്ട് ലാമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് 1974. കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 71 കേട്ടോ. കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1971 ഡിസംബറിലാണ്. എന്നിട്ട് ലാമ്പുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1974 കേട്ടോ. 1974. പക്ഷേ കേരളത്തിൽ എന്തില്ല, ലാംസ് അങ്ങനെ ഉഷാറായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയത് സിംഗിൾ വിൻഡോ ഡെലിവറി കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലാംസുമായി ബന്ധപ്പെട്ടതാണ്. സിംഗിൾ വിൻഡോ ഡെലിവറി കൗണ്ടർ കേരളത്തിലില്ല എന്ന് പറഞ്ഞു. ഓക്കെ, കൂടുതലും ഉത്തരേന്ത്യകളിലാണ് അത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ട്രിഫെഡ് എന്ന് പറയുന്നത്, ട്രൈബൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻ. ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ലാംസിനെ കുറിച്ച് ഓർത്ത് വയ്ക്കുക. 71 കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത്. ലാംസ് സ്റ്റാർട്ട് ചെയ്തത് 1974 കേട്ടോ. അതിൻ്റെ അപ്പെക്സ് ആരാണ്? അപ്പെക്സ് ആണ് ഈ ട്രിഫെഡ് എന്ന് പറഞ്ഞത്. സിംഗിൾ വിൻഡോ ഡെലിവറി കൗണ്ടർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാംസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ട്രിഫെഡുമായി ബന്ധപ്പെട്ടതാണ് ട്രൈബ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. ട്രിഫെഡിന് എന്തായിരുന്നു? ട്രൈബ്സ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലാംസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അത്രയും കുറച്ച് കാര്യങ്ങളെങ്കിലും ഈ ഔട്ട്ലെറ്റാണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് സിംഗിൾ വിൻഡോ ഡെലിവറി കൗണ്ടർ ഔട്ട്ലെറ്റുകളാണ് കേട്ടോ അവരുടെ. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വയ്ക്കുക. അടുത്തത്, ആൻ ഇൻഡിപെൻഡൻറ്റ് ഒഫീഷ്യൽ അപ്പോയിൻറ്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റീസോൾവ് കംപ്ലൈൻറ്റ്സ് റിലേറ്റിംഗ് ടു ദ ഫങ്ഷനിങ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫങ്ഷനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കംപ്ലൈൻറ്റുകൾ നിവർത്തിക്കുക ആരുടെ അടുത്താണ് എത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡിപെൻഡൻറ്റ് ഒഫീഷ്യൽ അല്ലേ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ടായിരിക്കും, അയാളാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക.
കംപ്ലൈൻറ്റുകൾ തീർപ്പാക്കുകയും ചെയ്യും. അപ്പോൾ അതാരാണ്? DCA ആണോ, കൺകറൻറ്റ് ഓഡിറ്ററാണോ, ഓംബുഡ്സ്മാൻ ആണോ, രജിസ്ട്രാർ ആണോ? അപ്പോൾ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാണ്? ഓംബുഡ്സ്മാൻ ആണ് കേട്ടോ. പരാതി പരിഹാര സംവിധാനം ഉണ്ടല്ലോ, അപ്പോൾ അത് ഓംബുഡ്സ്മാൻ ആണ് അത് ചെയ്തു വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ആക്ട് ഓഫ് അൺനെസസറിലി ഡിലയിങ് ആൻഡ് പോസ്റ്റ്പോണിങ് ടാസ്ക്. അതായത് അനാവശ്യമായിട്ട് ആവശ്യമില്ലാതെ വർക്കുകൾ പോസ്റ്റ്പോൺ ചെയ്യുകയും ഡിലേ ആക്കുകയും ചെയ്യും. അതായത് അതെന്താണെന്നാണ് ആ പദം. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി ലോഗിങ് കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി ലോഗിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പ്രവർത്തനത്തിന് കാലതാമസമൊന്നും വരുത്തുന്നില്ല, പക്ഷേ എന്നാലും അയാളുടെ പ്രവർത്തനം ചെയ്യുന്ന രീതികളൊക്കെ റെക്കോർഡ് ചെയ്യുക. അതാണ് ഈ ആക്ടിവിറ്റി ലോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ള പ്രൊക്രാസ്റ്റിനേഷനാണ്. അത് അവർക്കറിയാം വേണമെന്ന് വെച്ചിട്ടാണ് വൈകിപ്പിക്കുന്നത്. അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ, അത് ചെയ്യുന്നത് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും അതുമൂലം നെഗറ്റീവ് വരുമെന്നും അറിയാം, എന്നിരുന്നാലും വേണമെന്ന് വെച്ച് ചെയ്യാം. പിന്നെ പ്രഷർ ഓൺ പെർഫോമൻസ് പ്രഷർ വർക്കിലുള്ള പ്രഷർ തന്നെയാണ് കാണിക്കുന്നത്. അതുമൂലം എന്ത് സംഭവിക്കാം? ഈ പ്രൊക്രാസ്റ്റിനേഷൻ വരാം അല്ലേ? പ്രഷർ കൂടിയിട്ട് അത് വേണമെന്ന് വെച്ച് നമ്മൾ ഡിലേ ചെയ്യിക്കാം. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷനായി. പിന്നെ റിലാക്സേഷൻ, അത് ഈ പ്രൊക്രാസ്റ്റിനേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. റിലാക്സേഷൻ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക അൺനെസസറിലി ഡിലേ ചെയ്യുന്നത് പ്രൊക്രാസ്റ്റിനേഷനാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. പ്രൊക്രാസ്റ്റിനേഷൻ റിഫേഴ്സ് ടു ദ ആക്ട് ഓഫ് ഡെലിബറേറ്റ്ലി ഡിലേയിങ്, വേണമെന്ന് വെച്ചാൽ ഡിലേ ചെയ്യുക, ഓർ പോസ്റ്റ്പോണിങ് ടാസ്ക് ഡിസ്പൈറ്റ് നോയിങ് ദാറ്റ് ഡൂയിങ് സോ കുഡ് ഹാവ് നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്നിരുന്നാലും അത് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, ഹു ഈസ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കേരള? ഇപ്പോൾ ആരാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? സജിത് ബാബു IAS ആണ് ഇപ്പോൾ വർക്കിംഗ് ഉള്ളത്. പിന്നെ വീണ N മാധവൻ IAS കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ സെക്രട്ടറി ഓൺ കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ സുഭാഷ് TV IAS ആ സാറും ഇതുപോലെ നമ്മുടെ രജിസ്ട്രാർ ആയിരുന്ന ആൾ തന്നെയാണ്. ഗീത IAS മാഡം നമ്മുടെ കോഴിക്കോട് കളക്ടറൊക്കെ ആയിരുന്ന ആൾ തന്നെയാണ്. പിന്നെ അടുത്തത് നോക്കുമ്പം പ്രൊഫസർ DJ കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ്. അപ്പോൾ കാർവേ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? ഓക്കെ, കാർവേ കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതാരാണ്? നമ്മുടെ ICAയുടെ കമ്മിറ്റിയാണ് എന്ത്? കാർവേ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? കാർവേ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ICA ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ICA ജസ്റ്റ് ഒന്ന് ഓർത്തിട്ട് പോവാം. ICA എന്നാ സ്റ്റാർട്ട് ചെയ്തത്? 19/8/1895 കേട്ടോ. 19/8/1895, അതായത് ഓഗസ്റ്റ് 19, 1895 ഇപ്പോൾ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസ് ആണെന്നറിയാം. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് കേട്ടോ. ഗവൺമെൻറ്റലല്ല, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണെന്ന് തന്നെ പറയാം. ഓക്കെ, വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് അല്ലേ? ഓക്കെ, പിന്നെ ആദ്യമായിട്ട് ഇതുപോലെ ശരിക്കും ഈ ഒരു ICAയുടെ കോപ്പറേറ്റീവ് ഒരു ഷേപ്പ് കൊടുത്ത കോപ്പറേറ്റീവ് കോൺഗ്രസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ ഉത്തരമായിട്ട് എഴുതുക? ലണ്ടനാണ് കേട്ടോ. ലണ്ടനാണ് ഉത്തരമായിട്ട് എഴുതുക. പിന്നെ നമ്മുടെ ICAയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ആരായിരുന്നു? പ്രസിഡൻറ്റ് ഹെൻറി W. വോൾഫ് ആയിരുന്നു അല്ലേ? പിന്നെ അതുപോലെ തന്നെ ആരുണ്ട്? ആൽബർട്ട് ഹെൻറി ജോർജുമുണ്ട്, രണ്ടാളുണ്ടായിരുന്നു. പിന്നെ സെക്രട്ടറി ആരായിരുന്നു? എഡ്വേർഡ് ഓവൻ ഗ്രീനിങ് ആയിരുന്നു സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ പിന്നീട് വന്നിട്ടുണ്ട് വില്യം മാക്സ്വെല്ലൊക്കെ പിന്നീട് പ്രസിഡൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 സ്ത്രീകൾ യൂറോപ്യൻ പ്രസിഡൻറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റോബർട്ടോ റോഡിഗ്രോനെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നോൺ യൂറോപ്യൻ ആണ്, യൂറോപ്യൻ അല്ല, ഫസ്റ്റ് നോൺ യൂറോപ്യൻ അല്ലാത്ത പ്രസിഡൻറ്റ് റോബർട്ടോ റോഡിഗ്രോ. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ജെറോൺ ഡഗ്ലസ് ആണ് ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ പോരാത്തതിന് 2 സ്ത്രീകളായിട്ടുണ്ട്, പ്രസിഡൻറ്റുമാരായിട്ടുള്ള 2 സ്ത്രീകൾ ആരൊക്കെയാണ്? ഡെയിം പോളിംഗ് ഗ്രീൻ, അത് 2009 നമ്മുടെ കൂപ്പൊക്കെ ഉള്ള സമയത്ത് ആളായിരുന്നു. പിന്നെ ഉള്ള ആളാണ് മോണിക്ക F. ലോറക്സ് കേട്ടോ. 2015 ആ ഒരു കാലഘട്ടത്തിലാണ് മോണിക്ക F. ലോറക്സ് വന്നിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ICAയുടെ നമ്മുടെ പബ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി, ICA ബുള്ളറ്റിൻ, കോപ്പറേറ്റീവ് ഇൻസൈഡർ, ICA ഗ്ലോബൽ 300 എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്.
പബ്ലിക്കേഷനുണ്ട്. പിന്നെ ദ റിവ്യൂ ഓഫ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ്സ്, കോപ്പറേറ്റീവ് ഇൻസൈഡറിൻ്റെ പ്രത്യേകത അതൊരു ഡൈജസ്റ്റ് ആണ് കേട്ടോ, ഇലക്ട്രോണിക് ഡൈജസ്റ്റ് ആണ് ICAയുടെ. ഓക്കെ, പിന്നെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറിയത് ICAയുടെ നിർബന്ധമായിട്ട് പഠിക്കണം. ഹെഡ് ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേഞ്ച് വന്നത്, അതായത് 1895 1982 വരെ ലണ്ടൻ, പിന്നെ 82 2013 വരെ ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവ, പിന്നെ 2013 നമ്മുടെ ബെൽജിയത്തിലെ ബ്രസൽസ്. ഇപ്പോഴും അവിടെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ICAയുടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക. അതിന്ന് നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷൻസും അവിടെ കിട്ടും. ഇനി അടുത്തത് ദ ബർത്ത് പ്ലേസ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. എവിടെയാണ്? ജർമ്മനിയാണോ? കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ജർമ്മനിയാണോ, ജപ്പാനാണോ, ഇംഗ്ലണ്ടാണോ, റഷ്യ ആണോ ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് ബർത്ത് പ്ലേസ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം അടയാളപ്പെടുത്താം. ഇംഗ്ലണ്ടാണ് അല്ലേ, ഇംഗ്ലണ്ടാണ് ബർത്ത് പ്ലേസ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്, ഇംഗ്ലണ്ടാണ്. ഓക്കെ, അടുത്തത് വൺ ഓഫ് ദ മേജർ ട്രസ്റ്റ് ഏരിയസ് ഫിനാൻസ്ഡ് ബൈ NCDC ഫിനാൻസ് ചെയ്യുന്ന മേജറായിട്ടുള്ള ട്രസ്റ്റ് ഏരിയ. ഫണ്ടിങ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഉണ്ട്, അതൊക്കെ ഉള്ളത് തന്നെയാണ്. ലോൺസ് ടു പലതരത്തിലുള്ള ഫണ്ടിങ്ങുകൾ NCDC കൊടുക്കുന്നുണ്ടല്ലോ, പലതരത്തിലുള്ള ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. ലോൺസ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്തൗട്ട് ഗവൺമെൻറ് ഗ്യാരണ്ടി, വർക്കിംഗ് ക്യാപിറ്റൽ ഗ്രാൻഡ്. പക്ഷേ മേജറായിട്ടുള്ള ട്രസ്റ്റ് ഏരിയ ചോദിച്ച കാരണം നമുക്ക് ഏതാ കൊടുക്കേണ്ടത്? ICD, നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റാണ് ഇവിടെ ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്. മേജർ ട്രസ്റ്റ് ഏരിയ ചോദിച്ച കാരണം. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ഗ്രാൻഡൊക്കെ കൊടുക്കുന്നത് തന്നെയാണ്. അടുത്തത് ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് എന്നാണ്? ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ഡാഷ് എവറി ഇയർ. ഏത് സമയമാണ്? ജൂലൈ ആണ് അല്ലേ. ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കോപ്പറേറ്റീവ് ഡേയും കോപ്പറേറ്റീവ് ഫ്ലാഗൊക്കെ ആയി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് പോയി കണ്ടോളൂ. കോപ്പറേഷൻ എന്ന് പറഞ്ഞ ഫോൾഡറിലുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ എവറി ഇയർ ആണ്. ഈ ആനുവൽ ഒബ്സർവൻസ് ഫസ്റ്റ് ആദ്യമായിട്ട് 1923 കേട്ടോ. പിന്നെ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് 1995 തൊട്ടിട്ട് അവരും ആചരിക്കാൻ തുടങ്ങി. ആ വർഷമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. 1923 ഇമ്പോർട്ടൻ്റ് ആണ്, 1995 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുള്ളത് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമുമായി ബന്ധപ്പെട്ടാണ്. ഡിസൈൻഡ് ബൈ ഡാഷ് ഇൻ അസോസിയേഷൻ വിത്ത് RBI ആയിട്ട് ആരാണ് ഡിസൈൻ ചെയ്തതെന്നാണ്. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ആരാണ്? നബാർഡിൻ്റെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, RBI ആയിട്ട് സഹകരിച്ചിട്ട് തന്നെയാണ്, അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷേ നബാർഡാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1998 എന്ത് ചെയ്യുന്നത്? ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടിട്ട് ഫാർമേഴ്സിന് അവരെ ഹോൾഡിങ്സിന് യൂണിഫോം അഡോപ്ഷനിലായുള്ള ഹോൾഡിങ്സിന് ഫാർമേഴ്സിന് സാധനങ്ങൾ കൊടുക്കുക. അഗ്രികൾച്ചറൽ ഇൻപുട്സ്, അതായത് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ നീഡ്സിന് ആവശ്യമായ കാശ് കൊടുക്കുന്നുണ്ട്. ആ സ്കീമാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ആദ്യം തുടങ്ങിയ സമയത്ത് അഗ്രികൾച്ചറൽ അലൈഡ് ആക്ടിവിറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നോൺ ഫാം ആക്ടിവിറ്റീസ് തുടങ്ങിയ വർഷം വേണമെങ്കിൽ ചോദിക്കാം. അത് 2004 കേട്ടോ. ഓക്കെ, പിന്നെ അത് ഫർദർ റിവൈസ് ചെയ്തത് 2012 ബൈ എ വർക്കിംഗ് ഗ്രൂപ്പ് അണ്ടർ ചെയർമാൻഷിപ്പ്. ആ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു TM ബൈസിൻ. അപ്പോൾ ആ ഒരു ആളുടെ റെക്കമെൻഡേഷനാണ് ഫെസിലിറ്റേറ്റ് ഇഷ്യൂ ഓഫ് ഇലക്ട്രോണിക് കിസാൻ കാർഡ്. അപ്പോൾ ആരുടെ റെക്കമെൻഡേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് ഇലക്ട്രോണിക് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നത്. ഓക്കെ, പിന്നെ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC ആർക്കൊക്കെ കൊടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കാം, RRBക്ക് കൊടുക്കാം, സ്മോൾ ഫിനാൻസ് ബാങ്കിന് കൊടുക്കാം, പിന്നെ കോപ്പറേറ്റീവ്സിൻ്റെ ബാങ്കുകൾക്ക് കൊടുക്കാം, UCB പോലത്തെ ബാങ്കുകൾക്ക് കൊടുക്കാം. ഓക്കെ, കോപ്പറേറ്റീവ്സിൻ്റെ ബാങ്കുകൾക്കൊക്കെ കൊടുക്കാം. എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്? ആഡിക്വേറ്റ് ടൈംലി ക്രെഡിറ്റ് സപ്പോർട്ട് കൊടുക്കുക അല്ലേ. സിംഗിൾ വിൻഡോ സ്കീമിലൂടെ ഫ്ലെക്സിബിളായിട്ടും സിംപ്ലിഫൈഡ് ആയിട്ടും കൊടുക്കുക. പലതരത്തിലുള്ള കൊടുക്കുന്നുണ്ട്. പോസ്റ്റ് ഹാർവസ്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് ലോണായിട്ട് കൊടുക്കുന്നുണ്ട്, കൺസംഷൻ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്, പലതരത്തിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അസിസ്റ്റൻസിലാണ് ഇവർ കൊടുക്കുന്നത്.
ഇനി അടുത്തത് എ സൊസൈറ്റി ഹൂസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് കൺഫൈൻഡ് ടു താലൂക്കാണ് പ്രവർത്തന പരിധി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ്സ് ടു പ്രൊവൈഡ് ലോങ് ടേം ക്രെഡിറ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താലൂക്കാണ് പ്രവർത്തന പരിധി, ലോങ് ടേം ക്രെഡിറ്റ് ആണ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബന്ധപ്പെട്ടതാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻസ് എന്ന് കിട്ടും. നമ്മുടെ PC ARDB ആണ് ഉത്തരമായിട്ട് വരിക. ഇപ്പം ലോങ് ടേമിനും ഷോർട്ട് ടേമിനും ആദ്യം നമുക്ക് ഷോർട്ട് ടേമിന് 3 ടയർ ആയിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ 2 ടയർ ആക്കി മാറ്റിയല്ലോ. ഇപ്പോൾ ലോങ് ടേമിനും ഷോർട്ട് ടേമിനും 2 ടയർ തന്നെയാണ്. ഇവിടെ നമ്മുടെ KS കാർഡ് ബാങ്ക് അപ്പെക്സ് ആയിട്ടും PCARDBs താഴെയും വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവരുടെ പ്രവർത്തന പരിധി PCARDBയുടെ പ്രവർത്തന പരിധി ഏതാണ്? താലൂക്കാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സ്ട്രക്ചർ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, സ്ട്രക്ചർ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം കേരളത്തിലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന് എത്ര ടയറാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കേരളത്തിലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന് എത്ര ടയറാണ്, അവരുടെ സംവിധാനം എങ്ങനെയാണ്? അപ്പോൾ കേരളത്തിൽ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത് 2 ടയറിൽ തന്നെയാണ് കേട്ടോ. കേരളത്തിലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 ടയറിലാണ് കേരളത്തിലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത്. നാഷണൽ ലെവലിലാണെങ്കിൽ അതുണ്ട്. നമ്മുടെ ഇവിടെ ഇപ്പോൾ അതായത് ഹൗസ് ഫെഡാണ് അപ്പെക്സ് ആയിട്ട് നിൽക്കുന്നത്. ഹൗസ് ഫെഡും പിന്നെ താഴെ പ്രൈമറീസുമാണ് ഉള്ളത്. കേരളത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഹൗസ് ഫെഡിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് 23/9/1970 കേട്ടോ. എറണാകുളമാണ് ആസ്ഥാനമായിട്ട് വരിക. ഏരിയ ഓഫ് ഓപ്പറേഷൻ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കേരള മൊത്തമാണ്. അപ്പോൾ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും സ്ഥാപനങ്ങളുണ്ട് ഹൗസിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. NCHF ഇമ്പോർട്ടൻ്റ് ആണ്, നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് HUDCO കേട്ടോ. പക്ഷേ ഇവരാണ് NCHF ആണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പെക്സ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് അവരാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് HUDCOയും NHBയും. പക്ഷേ ഈ HUDCO ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്തത്? അപ്പോൾ HUDCO ഒക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, HUDCO ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. അതുപോലെ തന്നെ ജാഗൃതി എന്ന് പറഞ്ഞ പബ്ലിക്കേഷൻ HUDCOയുടെയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് ജാഗൃതി. അതുപോലെ തന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ ഓൺ ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നതാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. അവരുടെ ഒരു പ്രധാനപ്പെട്ട പബ്ലിക്കേഷനാണ് ആവാസ് ഭാരതി എന്ന് പറഞ്ഞിട്ടുള്ള. ആവാസ് ഭാരതി ആരുടെ പബ്ലിക്കേഷനാണ്? നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മളെ ജാഗൃതി എന്ന് പറഞ്ഞ പബ്ലിക്കേഷൻ ആരുടെയാണ്? അത് HUDCOയുടെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ലോഡ് ക്വസ്റ്റ്യൻസ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ലോഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. കോപ്പറേഷൻ്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കോപ്പറേറ്റീവ് ലോഡ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഓരോരോ സബ്ജക്റ്റായിട്ട് കവർ ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞ ടോപ്പിക്കൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യണം. നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണ് പറഞ്ഞത്? നമ്മൾ ICA പറഞ്ഞു കുറച്ച്, പിന്നെ NCDCയുടെ ICDP പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ICAയുടെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ടതാണെന്ത്, കോപ്പറേറ്റീവ് ഫ്ലാഗും അങ്ങനത്തെ കാര്യങ്ങൾ. വീക്കൊക്കെ വന്നില്ലേ, അപ്പോൾ ഇപ്രാവശ്യത്തെ വീക്കിൻ്റെ സംഭവങ്ങൾ അതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ നബാർഡിൻ്റെ കുറച്ച് വന്നു, ഓംബുഡ്സ്മാൻ വന്നു, പ്രോക്രാസ്റ്റിനേഷൻ നോക്കി. പിന്നെ അതുപോലെ തന്നെ മിൽക്ക് കോപ്പറേറ്റീവ്സിനെ നോക്കിയിട്ടുണ്ട്, നമ്മുടെ ഡയറി കോപ്പറേറ്റീവ്സിൽ. അതുപോലെ കൺസ്യൂമർ ഫെഡ് നോക്കി, ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ടോപ്പിക് വൈസ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യനോ 15 ക്വസ്റ്റ്യനോ എത്ര ക്വസ്റ്റ്യൻ വെച്ചാൽ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാത്ത വന്നു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് വേഗം പോയി നോക്കി ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്